വഖഫ് എന്ന് പറഞ്ഞാൽ സ്വന്തം ദൈവപ്രീതിക്ക് വേണ്ടി ഓരോരുത്തരും താൻ അധ്വാനിച്ചുണ്ടാക്കിയ തൻ്റെ പ്രവിശാലമായ സമ്പത്ത്, അവൻ്റെ സ്ഥാവര വസ്തുക്കൾ, ജംഗമ വസ്തുക്കളൊക്കെ ദൈവപ്രീതിക്ക് വേണ്ടി പടച്ച തമ്പുരാൻ്റെ പ്രതിഫലം ലഭിക്കുമെന്ന് ആഗ്രഹിച്ച് പരലോകത്തിന് വേണ്ടി സമൂഹത്തിൻ്റെ നന്മ ലക്ഷ്യമാക്കി, അള്ളാഹുവിൻ്റെ പ്രീതി, സമൂഹത്തിൻ്റെ നന്മ ഇത് ലക്ഷ്യമാക്കിക്കൊണ്ട് ദാനം ചെയ്യുക എന്നതാണ് യഥാർത്ഥത്തിൽ വഖഫ് എന്ന് പറയുന്നതിൻ്റെ അർത്ഥമെന്ന് നമുക്കറിയാം. വഖഫിന് അതല്ലാതെ വേറൊരു നിർവചനവുമില്ല. അതല്ലാത്ത വേറൊന്നും വഖഫല്ല, അതല്ലാത്ത വേറെ എന്തെങ്കിലും വഖഫാണെന്ന് ആരെങ്കിലും പറഞ്ഞാൽ അത് വഖഫ് അല്ല, വഖഫ് ആവുകയില്ല എന്ന് ഇസ്ലാമിക ധർമ്മശാസ്ത്ര മതമീമാംസാപരമായ ന്യായങ്ങൾ പറഞ്ഞുകൊണ്ട് നമ്മൾ രംഗത്ത് വരും. അത് വഖഫാകൂല, നമ്മൾ പറയുന്നത് വഖഫാകൂല. സ്വന്തം ഭൂമി, സ്വന്തം അധീനത്തിലുള്ളത് ദൈവത്തിൻ്റെ പ്രീതി കാക്ഷിച്ച് സമൂഹത്തിൻ്റെ നന്മ ലക്ഷ്യം വെച്ച് പരലോക പ്രീതിക്ക് വേണ്ടി, ആത്മശാന്തിക്ക് വേണ്ടി ആരെങ്കിലും തനിക്ക് വിലപ്പെട്ടത് മാറ്റിവെക്കുന്നതിൻ്റെ പേരാണ് വഖഫ്. ആ വഖഫിലാണ് ഈ രാജ്യത്തിൻ്റെ യശസ്സുയർത്തിയായി രാഷ്ട്രത്തിൻ്റെ പുരോഗതിക്ക് നിദാനമായ ഒരുപാട് ആസ്ഥാനങ്ങൾ, മന്ദിരങ്ങൾ, ഒരുപാട് സംരംഭങ്ങൾ ഈ രാജ്യത്ത് ഉരുവം കൊണ്ടുവന്നത് ആ വഖഫിനെ ആധാരപ്പെടുത്തിക്കൊണ്ടാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ വഖഫിനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ വഖഫ് എന്ന് പറയുന്നത് പള്ളികളും മദ്രസകളുമാണെന്ന് മാത്രമാണ് പലരും ധരിച്ചു വച്ചിരിക്കുന്നത്. പക്ഷെ വഖഫിൻ്റെ ഭൂമിയിൽ ഇന്ത്യ രാജ്യത്ത് ആർക്കിയോളജി ഓഫ് ഇന്ത്യയുടെ ഒരുപാട് സ്ഥാപനങ്ങൾ വഖഫിൻ്റെ ഭൂമിയിലാണ്. അത് വഖഫാണ്. അതുപോലെ തന്നെ ഇന്ത്യൻ റെയിൽവേക്ക് വഖഫിൻ്റെ ധാരാളം ഭൂമികൾ ഇന്ത്യൻ റെയിൽവേയുടെ കൈവശമുണ്ട്. അതുപോലെ തന്നെ ഡൽഹി കോർപ്പറേഷൻ്റെ വളരെ കണ്ണായ ഒരുപാട് സ്ഥലങ്ങൾ വഖഫിൻ്റെ ഭൂമിയാണ്. നിങ്ങൾക്കറിയോ, വഖഫ് എന്ന് പറയുന്നത് പള്ളി പണിയാനും മദ്രസ ഉണ്ടാക്കാനും മുസ്ലിങ്ങൾ സ്വന്തം കാര്യം നടത്താനും വേണ്ടി മാത്രമല്ല, ദൈവത്തിൻ്റെ പ്രീതി കാക്ഷിച്ചുകൊണ്ട് കോടിക്കണക്കിന് രൂപ വിലമതിക്കുന്ന, ഇന്ന് വിലമതിക്കുന്ന കണ്ണായ ഭൂമികൾ പടച്ച തമ്പുരാന് വേണ്ടി, രാഷ്ട്രത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി, സമൂഹപ്രീതിക്ക് വേണ്ടി വിട്ടുകൊടുത്തതാണ്. നിങ്ങൾക്കറിയോ, 2002 LK അദ്വാനി ഉദ്ഘാടനം ചെയ്ത ബോംബെയിലെ മില്ലേനിയം പാർക്കുണ്ട്. ആ മില്ലേനിയം പാർക്ക് 10 ഏക്കർ കബറിടത്തിന് വേണ്ടി വഖഫ് ചെയ്ത സ്ഥലമാണ്. 10 ഏക്കർ കബറിടത്തിന് വേണ്ടി വഖഫ് ചെയ്തതാണ് മില്ലേനിയം പാർക്ക് ഉണ്ടാക്കിയത്. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ നിങ്ങൾക്കറിയോ, ആർക്കും തർക്കമില്ല, ലോകം മുഴുവൻ ചർച്ച ചെയ്യുന്നതാണ്. അംബാനി എന്ന് പറയുന്ന ലോകസമ്പന്നനായി പിന്നെ മാറിയതാ, ഒരു പ്രധാനമന്ത്രിയുടെ മുതലാളി, സ്വന്തം മുതലാളി. അത് വളരെ താണു നിന്നിടത്തുനിന്ന് ഒന്നാമനായി റോക്കറ്റ് പോലെ കുതിക്കുക, അതുപോലെ തന്നെ കൂപ്പുകുത്തുക, പിന്നെ പൊങ്ങുക, പ്രതിഭാസങ്ങൾക്ക് വിധേയനായിക്കൊണ്ടിരിക്കുന്ന അംബാനി ബോംബെയിൽ പണി കഴിപ്പിച്ചിരിക്കുന്ന ആ ഭൂമി, ആ വീട്, ആഡംബര വസതി, 32 നിലകളിൽ ഉയർന്നു നിൽക്കുന്ന, അത് ആൻറ്റീലിയ എന്ന അതിൻ്റെ പേര്. ആ സാധനം വഖഫിൻ്റെ ഭൂമിയിലാണ്. ആർക്കും തർക്കമുള്ള കാര്യമല്ല. അത് വഖഫിന് വില കൊടുത്തു എന്ന സംതിങ് എന്തോ ചിലതൊക്കെ ഒരു 10 സെൻറ്റിൻ്റെ, നമ്മുടെ എറണാകുളത്തോ അല്ലെ തിരുവനന്തപുരത്തോ 10 സെൻറ്റിൻ്റെ വില പോലും കൊടുക്കാതെ 22 കോടിയോ മറ്റോ കൊടുത്തിട്ട് വില കൊടുത്ത് മുത്തവല്ലിമാരെ ദുരുപയോഗം ചെയ്ത്, ചൂഷണം ചെയ്തുകൊണ്ട് സ്വന്തമാക്കി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? ഇതൊക്കെ ഇന്ത്യ രാജ്യത്തിൻ്റെ വഖഫായിരുന്നു എന്നുള്ളതാണ് സത്യം. പക്ഷേ നമ്മുടെ രാഷ്ട്രത്തിൻ്റെ സുപ്രീം കോടതി ഇരിക്കുന്നത് ഇത്തരം വിഷയങ്ങളുമായി ഡൽഹിയുടെ വഖഫ് ബോർഡ് മുന്നോട്ട് പോയപ്പോൾ, നിയമ നടപടികളുമായി മുന്നോട്ട് പോയപ്പോൾ സ്വകാര്യ വ്യക്തികൾ വഖഫ് ഭൂമികൾ പിടിച്ചെടുക്കുന്നു എന്നതായിരുന്നു അതിൻ്റെ പ്രകോപനം. നിങ്ങൾക്കറിയാമോ, ആർക്കിയോളജി ഓഫ് ഇന്ത്യയുടെ വസ്തുക്കൾ പിടിച്ചെടുക്കാൻ വഖഫ് ബോർഡ് ഒരു കാലത്ത് ശ്രമിച്ചില്ല. അതുപോലെ തന്നെ റെയിൽവേയുടെ ഭൂമി പിടിച്ചെടുക്കാൻ ശ്രമിച്ചില്ല. ഡൽഹി കോർപ്പറേഷൻ്റെ ഭൂമി വഖഫിൻ്റെതാണ്, പലതും പിടിച്ചെടുക്കാൻ ശ്രമിച്ചില്ല. പക്ഷേ സ്വകാര്യ വ്യക്തികൾ അത് പിടിച്ചെടുത്ത് നക്കാപ്പിച്ച് കൊടുത്തുകൊണ്ട് മുത്തവല്ലിമാരെ കബളിപ്പിച്ച് സ്വന്തമാക്കാൻ ശ്രമിച്ചപ്പോൾ അത് നിയമപരമായി തടയാൻ വേണ്ടിയിട്ട് കേസിന് പോയപ്പോൾ അറിയാൻ കഴിഞ്ഞ സുപ്രീം കോടതി ഇരിക്കുന്ന വഖഫിൻ്റെ ഭൂമിയിലാണെന്നാണ്. പക്ഷേ ഈ രാജ്യത്തെ ഇന്ത്യൻ മുസ്ലിം ജനസാമാന്യമോ പണ്ഡിത സമൂഹമോ ഇതൊക്കെ ഞങ്ങളുടെ വഖഫാ, അതുകൊണ്ട് ഇങ്ങോട്ട് തന്നേരെ എന്ന് പറഞ്ഞ് പിടിച്ചെടുക്കാൻ ശ്രമിച്ചവരല്ല നമ്മൾ എന്നോർക്കണം. എന്താണ് അതിൻ്റെ അർത്ഥം? ഈ രാജ്യത്ത് വഖഫ് ചെയ്യപ്പെടുന്ന വഖഫ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം മുസ്ലിമീങ്ങൾക്ക് എന്തെങ്കിലും ഗുണം കിട്ടുന്ന കുറേ കാര്യങ്ങളെന്നല്ല ഇപ്പോൾ പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നത്. വഖഫ് എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങളുടേത് മാത്രവും, മുസ്ലിങ്ങൾക്ക് മാത്രം ഗുണം കിട്ടുന്നതും മറ്റുള്ളവർക്ക് എന്തോ ദോഷം ഉണ്ടാക്കുന്നതുമാണെന്നാണ് നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണാധികാരികൾ പ്രചരിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. പക്ഷേ
വഖഫ് എന്താണെന്ന് നമ്മൾ ശരിയായ വിധത്തിൽ അറിയാൻ ശ്രമിക്കുമ്പോൾ വഖഫിൻ്റെ ആത്യന്തികമായ ലക്ഷ്യമെന്ന് പറയുന്നത് പടച്ചവൻ്റെ പ്രീതിയോടൊപ്പം ജനനന്മയാണെന്നതുകൊണ്ട് ഇതൊക്കെ വഖഫിൻ്റെ ആണെന്ന് പറഞ്ഞിട്ടും ഒരു മുസ്ലിം പണ്ഡിതനോ മുസ്ലിം പേഴ്സണലോ ബോർഡ് കേസിന് പോയത് നിങ്ങൾക്കറിയാവോ? ജമിയത്തുൽ ഉലമായ ഹിന്ദ്, ഞാനതിൻ്റെ കേരള സെക്രട്ടറിയാണ്. അത് ഇന്ന് ബുൾഡോസർ രാജനെതിരിൽ സുപ്രീം കോടതിയിൽ കേസ് നടത്തി വിജയിച്ചു. മദ്രസയ്ക്കെതിരെയുള്ള നീക്കത്തിനെതിരിൽ കേസ് നടത്തി വിജയിച്ചു. അതുമായി ബന്ധപ്പെട്ട് ഇപ്പോഴത്തെ മുഴുവൻ പ്രശ്നങ്ങളിലും കേസ് നടത്തി സുപ്രീം കോടതിയിൽ നിന്ന് അനുകൂലമായി വിധി നേടിയെടുത്തുകൊണ്ടിരിക്കുന്ന ജമിയത്തുൽ ഉലമായ ഹിന്ദ് എന്ന് പറയുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ മുസ്ലിം പണ്ഡിത ബഹുജന പ്രസ്ഥാനമുണ്ട്. ആ പ്രസ്ഥാനം പോലും ഒരു കേസിന് പോയില്ല. എന്താ പോകാത്തത്? ദൈവപ്രീതിക്ക് വേണ്ടി, പൊതുജന നന്മയ്ക്ക് വേണ്ടി അത് സർക്കാർ കൈകാര്യം ചെയ്യുമ്പോൾ അത് വഖഫിൻ്റെ വിശാലമായ അർത്ഥത്തിൽ വരുന്നുണ്ട്. അതുകൊണ്ട് അത് പിടിച്ചെടുക്കേണ്ട കാര്യമില്ല എന്ന വളരെ ഉദാരമായ മനോഭാവമാണ് മുസ്ലിം സമുദായം വെച്ച് പുലർത്തിയത്. അല്ലെങ്കിൽ അതിനെതിരെ കേസ് പോണ്ടേ? പക്ഷേ ഒന്നുകിൽ മുസ്ലിം സമുദായത്തിൻ്റെ പൂർവികന്മാർ, കാരണവന്മാർ അവരുടെ പരലോക നന്മ ലക്ഷ്യം വെച്ച് സമൂഹത്തിൻ്റെ നല്ലതിനു വേണ്ടി വഖഫ് ചെയ്തത് ആ സമൂഹത്തിൻ്റെ സമുദായത്തിൻ്റെ ഉപകാരത്തിന്, ഉന്നമനത്തിന് ഉപകാരപ്പെടണം. അത് പൊതുസമൂഹത്തിന് ഉപകാരപ്പെടും. അല്ലെങ്കിൽ അത് രാജ്യം ഏറ്റെടുത്ത് രാജ്യത്ത് ജീവിക്കുന്ന മുഴുവൻ ജനങ്ങൾക്കും ഉപകാരപ്പെടുന്ന ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കണം. ഇത് രണ്ടുമല്ലാത്ത കാര്യങ്ങൾക്ക് വഖഫ് വിനിയോഗിക്കപ്പെടുകയും മുത്തവല്ലിമാരെ സ്വാധീനിച്ചുകൊണ്ട് സ്വകാര്യ വ്യക്തികൾ വഖഫ് ഭൂമികൾ തട്ടിയെടുക്കുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായപ്പോൾ മാത്രമാണ് മുസ്ലിം സമുദായം ആ പ്രശ്നത്തിൽ കേസിന് പോലും പോയത് എന്ന് ഇന്ന് വഖഫിൻ്റെ വിഷയത്തിൽ മുസ്ലിം സമുദായത്തെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് വഖഫ് പിടിച്ചെടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് മറ്റ് സമുദായങ്ങളുടെ നേരെയുള്ള കയ്യേറ്റമാണ് എന്നൊക്കെ പറഞ്ഞ് ഇവിടെ ദൗർഭാഗ്യവശാൽ ക്രൈസ്തവ സമൂഹത്തിലെ പോലും ചില ആളുകൾ, അത് കാസ എന്ന് പറയുന്ന വർഗീയ തീവ്രവാദികളെ നമുക്ക് വെറുതെ വിടാം. അതുപോലെ തന്നെ ഈരാറ്റുപേട്ടയിലെ ജനങ്ങൾക്ക് വേണ്ടാതായ ഒരു വർഗീയവാദിയായ MLA ഉണ്ടായിരുന്നു പഴയ. അയാളുടെ ആ വൃത്തികെട്ട മനുഷ്യൻ്റെ വർത്തമാനങ്ങൾ വെറുതെ വിടാം. അതിനെല്ലാം അപ്പുറത്ത് ക്രൈസ്തവ സമൂഹത്തിലെ ഒരു പറ്റം പുരോഹിതന്മാർ പോലും വഖഫ് ബോർഡ് ഒരു കൊള്ള സംഘമാണ് എന്നൊക്കെ അവരുടെ മുഖപത്രത്തിൽ ലേഖനം എഴുതുന്നിടത്തേക്ക് എത്തുന്നത് വളരെ വേദനാജനകമാണ്. അവിടെ നമ്മൾ എന്താണ് യഥാർത്ഥത്തിൽ വഖഫ് എന്ന് സമൂഹത്തെ പറയുകയും പരിചയപ്പെടുത്തുകയും ബോധ്യപ്പെടുത്തുകയും ആരുടെയും ഒരിഞ്ച് ഭൂമി പോലും വഖഫിൻ്റെ പേരിൽ മുസ്ലിം സമുദായം കൊള്ളയടിച്ച ചരിത്രം പ്രവാചക കാലം മുതലില്ല എന്ന് മാത്രമല്ല, സ്വന്തം അവകാശം പോലും വേണ്ടി വന്നാൽ വിട്ടുകൊടുത്ത ചരിത്രമല്ലാതെ ആരുടെയും അവകാശം പിടിച്ചു പറിച്ചിട്ടില്ല എന്ന് നമുക്കിന്ന് പറയാൻ നിർബന്ധിതരാകുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മളുള്ളത്.